إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله تعالى وسلم على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فقد قال الله تعالى في شهر رمضان: يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഈദുൽ ഫിത്തറിന്റെ സന്തോഷം ആശംസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈദുൽ ഫിത്തറിന്റെ ഈ സന്തോഷ സുദിനത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന്റെ ഈ ഒരു താൽക്കാലിക സന്തോഷത്തിൽ നിന്ന് അനന്തമായ ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തിന്റെ ഒരു സന്തോഷത്തിലേക്ക് അല്ലാഹു നമ്മെ കൈപിടിച്ചുയർത്തുമാറാകട്ടെ. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ആ നിമിഷം മുതൽക്ക് പിന്നീട് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ പരാധീനതകളോ ഇല്ലാതെ ആഘോഷ നാളുകളായി മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ തഖ്വ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. 30 ദിവസക്കാലത്തെ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. റമദാൻ കഴിയുമ്പോൾ തൊട്ടുടനെ പിറ്റേ ദിവസം നാം ആഘോഷിക്കുകയാണ്, നാം സന്തോഷിക്കുകയാണ്. നമ്മുടെ ജീവിതം കഴിയുമ്പോൾ, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴും ഈ രൂപത്തിൽ നമുക്കതൊരു ആഘോഷമാക്കി മാറ്റാൻ കഴിയണം, ഒരു പെരുന്നാളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നാം എന്തെടുക്കണം എന്നതിനുള്ളൊരു പഠനമായിരുന്നു, ഒരു പാഠശാലയായിരുന്നു സത്യത്തിൽ നമ്മിൽ നിന്ന് കടന്നുപോയ ആ വിശുദ്ധ റമദാൻ എന്നത്. അനസ് ബിൻ മാലിക് റഹിമഹുല്ല പറയുന്നുണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ള 2 ഈദുകൾക്കപ്പുറത്ത് 5 ഈദുകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത്: കുല്ലു യൗമിൻ യമുറു അലൽ മുഅ്മിനി വലാ യുക്തബു അലൈഹി ദംബുൻ ഫഹുവ യൗമു ഈദ്. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, രാത്രി കടന്നുറങ്ങുന്ന സമയത്ത്, ഇന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ന് എന്റെ കർമ്മ പുസ്തകത്തിൽ യാതൊരു തിന്മയും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടില്ല എന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയുമ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യൗമു ഈദാണ്. രണ്ടാമതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു: അൽ യൗമുല്ലദീ യുഖ്റജു മിനദ് ദുനിയ ബിൽ ഈമാനി ഫഹുവ യൗമു ഈദ്. വിശ്വാസത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് അവൻ വിട പറയുമ്പോൾ ആ ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പെരുന്നാൾ ദിവസമാണ്. കാരണം പിന്നീട് അങ്ങോട്ട് അവനക്ക് ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല, സന്തോഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് യൗമു ഈദാണ്. മൂന്നാമതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു: വൽ യൗമുല്ലദീ യുജാവിസു ഫീഹി സിറാത്ത് പാലം കടക്കുന്ന ആ ഒരു ഘട്ടം, അതും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു യൗമു ഈദാണ്. കാരണം അതോടുകൂടി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അതോടൊപ്പം തന്നെ മഹാനവറുകൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ ദിവസം
അതും അവനെ സംബന്ധിച്ചുള്ളത് യൗമു ഈദാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കാണുമ്പോൾ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വസഖാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഒരു പാനീയം നൽകുന്നതാണ്, കുടിപ്പിക്കുന്നതാണ്. സഖാഹും ശറാബൻ തഹൂറ, ഏറ്റവും പരിശുദ്ധമായ പരിമളമായ ആ ഒരു പാനീയം അവന്റെ റബ്ബ് നേരിട്ട് അവരെ കുടിപ്പിക്കുന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞാൽ അതാണ് അവന്റെ ഏറ്റവും അവസാനത്തേതും ഏറ്റവും ഉന്നതമായ പെരുന്നാള് ഈദ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ആ ഒരു ആഘോഷങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ചവിട്ടുപണികളായിരുന്നു സത്യത്തിൽ റമദാനിലെ ഓരോ ദിവസങ്ങളും. അതിലൂടെ നമ്മൾ തഖ്വ ആർജിച്ചെടുത്തു, തഖ്വയുള്ളവരായി, മുത്തഖുകളായി. ഇനി നമ്മുടെ ജീവിതത്തിലുടനീളം ആ തഖ്വയെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പണിയെടുക്കണം. ആ റമദാനിലുടനീളം നാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അള്ളാഹുവെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണം, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ആ സ്വർഗത്തിനു വേണ്ടി എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ആ പ്രവൃത്തികൾ മാത്രമാണ് വിശുദ്ധ റമദാനിൽ ചെയ്തിട്ടുള്ളത്. സ്വർഗപ്രവേശനത്തിന് വേണ്ടി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണോ ആ കർമ്മങ്ങളെല്ലാം നാം റമദാനിൽ ചെയ്തു. നാം നമുക്ക് തന്നെ സാക്ഷിയാണ്. അതുപോലെ തന്നെ നരകമോചനത്തിനു വേണ്ടി ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് വിട്ടു നിൽക്കേണ്ടത് ആ കാര്യങ്ങളിൽ നിന്നൊക്കെയും കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ വിട്ടുനിന്നു. ഇതേ രൂപത്തിൽ ജീവിതത്തിലുടനീളം നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനം സാധ്യമാകും, നരകമോചനവും സാധ്യമാകും എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായ ഒരു പരിശീലനം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ സത്യത്തിൽ അതൊരു സന്തോഷ പ്രകടനമാണ്. വലിതുക്മിലുൽ ഇദ്ദ, അള്ളാഹു പറഞ്ഞതുപോലെ ആ ഒരു എണ്ണം നമ്മൾ പൂർത്തിയാക്കി. ആ അതികഠിനമായ ആ പരിശീലനത്തിന്റെ ദിവസങ്ങൾ അതിവിജയകരമായി നമ്മൾ പൂർത്തിയാക്കി ഇവിടെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കേണ്ടത് ഇത് സന്തോഷത്തിന്റെയും ഇത് ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനമാണ്. ഈ ദിവസത്തെ നമ്മൾ വരവേറ്റത് ഇന്നലെ മഗ്രിബ് മുതൽക്ക് തക്ബീറുകൾ കൊണ്ടാണ് ഈ ദിവസത്തെ നമ്മൾ വരവേറ്റത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന പരിശുദ്ധമായ തക്ബീർ മൊഴികൾ കൊണ്ടാണ് നാം ഈ ദിവസത്തെ വരവേറ്റത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്താണ് തക്ബീറുകൾ ഉൾക്കൊള്ളുന്ന പാഠം, എന്താണ് ആശയം, എന്താണ്, എന്തുകൊണ്ടാണ് തക്ബീറുകൾ കൊണ്ട് ഈ ദിവസത്തെ നാം ഇങ്ങനെ സമ്പന്നമാക്കുന്നത്? ഇവിടെ നമ്മൾ കടന്നു വന്നത് മുതൽക്ക് നമുക്കറിയാം അന്തരീക്ഷ മുഴുവൻ തക്ബീറുകൾ ഇങ്ങനെ ഉയർന്നു മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പള്ളികളിൽ നിന്ന് തക്ബീറുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് തക്ബീറുകൾ നാം അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, വിശുദ്ധ ഖുർആൻ തന്നെ നമുക്കത് മറുപടി പറയുന്നുണ്ട്. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഇത് ഈ സന്തോഷ പ്രകടനം, ഈ ആഘോഷം, ഈ തക്ബീറുകൾ സത്യത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിന്റെ ഒരു നന്ദി സൂചകമാണ്. അള്ളാഹു നമ്മെ വിശ്വാസികളാക്കിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹുവെ ഈ ലോകത്തെ കോടാനുകോടി മനുഷ്യരിൽ നിന്ന് നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹുവെ നിന്നെ റബ്ബായി അംഗീകരിക്കാനുള്ള മഹാഭാഗ്യം നീ എനിക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹുവെ നിന്റെ അബദായി, നിന്റെ അടിമയായി എങ്ങനെ ജീവിക്കണമെന്ന് നീ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹുവെ ഈ ഉമ്മത്തിന്റെ ഭാഗമാകാൻ, ഈ ഉമ്മത്തിലെ ഒരു അംഗമാകാനുള്ള മഹാഭാഗ്യം നീ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതാ നിന്നെ പ്രകീർത്തിക്കുകയാണ്, അതുകൊണ്ട് ഞാനിതാ നിന്നെ തക്ബീർ ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാനിതാ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ. ചെറിയ കുഞ്ഞുങ്ങളോട് എങ്ങനെ കരുണ കാണിക്കണമെന്ന ഹിദായത്ത് നീ ഞങ്ങൾക്ക് കാണിച്ചു. നമുക്കറിയാം ഇന്ന് ചെറു കുഞ്ഞുങ്ങളോട് ചില മഹാന്മാര്, മാന്യരായ ചില മഹാജനങ്ങൾ കാണിച്ച ചില ക്രൂരതകളുടെ ഫയലുകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആലോചിക്കണം, അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്ത് എത്ര സുന്ദരാണ്, ഈ ഹിദായത്ത് എത്ര മാനുഷികമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു അക്ബർ. ഗുരുവന്ദ്യരെ, മാതാപിതാക്കളെ, മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന ഹിദായത്ത് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പകർന്നു തന്നു. അല്ലാഹു അക്ബർ. അള്ളാഹു നീതിയുടെയും സത്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും കരുതലിന്റെയും കരുണയുടെയും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിന്റെയൊക്കെ ആ ഒരു ഹിദായത്ത്, ആ ഒരു പാത, ആ ഒരു ദർശനം, ആ ഒരു വിശ്വാസ സംഹിതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നു. അതിലേക്കുള്ള ഒരു പ്രവേശനം നീ ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇതാ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു അക്ബർ. അള്ളാഹുവെ ഞങ്ങളിതാ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ. ഈ ഒരു ഉമ്മത്തിന്റെ ഭാഗമായി ജീവിക്കാൻ നമ്മൾ ആലോചിച്ച് നോക്കുക. പരസ്പരം ചതിക്കാത്ത, പരസ്പരം കുറ്റം പറയാത്ത, പരസ്പരം വഞ്ചിക്കാത്ത, തന്റെ അസാന്നിധ്യത്തിൽ തന്റെ സമ്പത്തിനോ അഭിമാനത്തിനോ കുടുംബത്തിനോ
യാതൊരു വിധത്തിലുള്ള പോറലും ഏൽപ്പിക്കാതെ തന്റെ കഴിഞ്ഞ കാലം നോക്കിക്കൊണ്ട്, തന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട്, തന്റെ നാടോ ദേശമോ വേഷമോ നോക്കിക്കൊണ്ട് ഞാൻ വിലയിരുത്തപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു ഉമ്മത്തിന്റെ കൂടെ ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പെരുന്നാൾ ദിവസം കുഞ്ഞുങ്ങളും കുട്ടികളും വയോവൃദ്ധരും എല്ലാ മനുഷ്യരും ഇവിടെ ഒരുമിച്ച് കൂടണം. കാരണം ഇത് ഉമ്മത്തിന്റെ ദിവസമാണ്. ഇത് ഈ ഉമ്മത്തിന്റെ ഭാഗവത്താക്കി അള്ളാഹു നമ്മളെ മാറ്റിയതിന്റെ ആഘോഷമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഉമ്മത്തിലേക്ക് പരിപൂർണമായി ലയിക്കാൻ നമുക്ക് കഴിയണം. ആ ഉമ്മത്തിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മത്തിന്റെ ചില മനോവേദനകളുണ്ട്, ആ ഉമ്മത്ത് ഉൾക്കൊള്ളുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ഉമ്മത്തിന് ഉണ്ടാകുന്ന ചില കോമൺ ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരാളും വേദനിക്കരുത് എന്നുള്ളതാണ്. ഒരാളോടും അനീതി കാണിക്കപ്പെടരുത്, ഒരാളും ആക്രമിക്കപ്പെടരുത്. ഈ ഒരു വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്ത് ജീവിക്കേണ്ടത്. ഈ ദൗത്യമാണ് ഉമ്മത്ത് മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പൂർത്തിയാക്കാനുള്ളത്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉമ്മത്ത്, തിന്മകൾക്കെതിരിൽ അടരാടുന്ന പോരാടുന്ന ഒരു ഉമ്മത്ത്. ആ ഒരു ഉമ്മത്തായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഉമ്മത്തിന്റെ ദീൻ എന്താണ്? അള്ളാഹു പറയാണ് ഈ ഉമ്മത്തിന്റെ ദീൻ എന്താണ്? യുകസ്സിബു ബിദ്ദീൻ. ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ ദീനിനെ കളവാക്കുന്നവൻ ആരാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ അത് യതീമിനെ ആട്ടിയകറ്റുന്നവനാണ്, അനാഥനെ സംരക്ഷിക്കാത്തവനാണ്, അനാഥന് നൽകുന്ന പരിഗണന നൽകാത്തവനാണ്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. പാവങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ പ്രേരണ നൽകാത്തവനാണ്, അതിനുവേണ്ടി പണിയെടുക്കാത്തവനാണ്. അവനാണ് ഈ ദീനെ കളവാക്കുന്നവൻ എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കട്ടെ, എത്രമാത്രം മാനുഷികമാണ് ഈ ഹിദായത്ത്, എത്രമാത്രം വിശാലമാണ് ഈ ഹിദായത്ത് എന്നുള്ളതാണ്, ഈ ദീൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി തക്ബീറുകൾ മുഴക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ഈ ഹിദായത്തിനെ വിലമതിക്കേണ്ടതുപോലെ വിലമതിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഹിദായത്തിന് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്തിന് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ ഒരു 30 ദിവസക്കാലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പരിശീലനത്തിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വയം ഭക്ഷണവും വെള്ളവും വെടിയുന്നു, എന്നിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണകാര്യത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്. നമ്മൾ പകൽ മുഴുവൻ മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി ഓടി നടക്കുന്നു. രാത്രിയിൽ അള്ളാഹുവിന്റെ ഇബാദത്തുകളിലായി താഴ്മയോടുകൂടി ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്നു. ഇങ്ങനെ താഴ്മയുള്ള എളിമയുള്ള ഒരു സമൂഹമായിട്ട് മാറാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതെല്ലാം പോരാഞ്ഞിട്ട് ഇന്ന് ഈദിന് വേണ്ടി, ഈദ് നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, സക്കാത്തുൽ ഫിത്ർ കൃത്യമായി അതിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ഇന്ന് ഈ ഈദ് മുസല്ലയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹാബാക്കൾ പറയുന്നുണ്ട്, അമറ ബിഹ അൻ തുഅദ്ദി ഖബല ഖുറൂജിൻ നാസ് ഇല സ്വലാ. നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തന്നെയും ഈ സക്കാത്തുൽ ഫിത്റിന്റെ ആ ഭക്ഷണം അതിന് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പാക്കണം. അത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ നമസ്കരിക്കാൻ വന്നാൽ മതി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ ദിവസം നമ്മൾ സന്തോഷിക്കുമ്പം ഈ നാട്ടിൽ, ഈ നമ്മുടെ ദേശത്ത് ഒരാൾ പോലും ഇന്ന് എന്റെ അടുപ്പിൽ എന്ത് പുകക്കും എന്ന് ആലോചിച്ച് ആശങ്കപ്പെടേണ്ടുന്ന ഒരു അവസ്ഥ സംജാതമാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഉമ്മത്ത്. ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ പോലും ദുഃഖിച്ചിരിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഉമ്മത്ത്. ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും മറ്റുള്ളവർക്കും വകയുണ്ടാകണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരു ഉമ്മത്ത്. ഈ ഉമ്മത്തായിട്ട് മാറണം എന്നതാണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം. എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം. നമ്മൾ സന്തോഷിക്കുമ്പോൾ മറ്റുള്ളവർ ദുഃഖിക്കുന്നില്ല എന്നെങ്കിലും ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം. ആ അർത്ഥത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു മാനുഷികമായ ദീനാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പെരുന്നാളിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒരാൾ പോലും ദുഃഖിച്ചിരിക്കരുത്, ഒരാൾ പോലും വിഷമിച്ചിരിക്കരുത്, ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന് അള്ളാഹു നമുക്ക് നിയമമാക്കിയിട്ടുണ്ടാകുമ്പോൾ ഈ ഹിദായത്തിന്റെ വില മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ ദേശത്ത് ഇന്ന് ചില ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ നടമാടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില പ്രത്യേക വിശ്വാസി സംഹിതകൾക്ക്, വിശ്വാസി സമൂഹങ്ങൾക്ക് പള്ളികൾ താർപ്പായിട്ട് മൂടേണ്ടി വരാണ് ചില ആഘോഷങ്ങൾ നടക്കുമ്പോൾ. ചില ആഘോഷങ്ങൾ നടന്ന് വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾക്കൊക്കെ ഭയമാണ്. പല സ്ത്രീകൾക്കും തങ്ങളുടെ മക്കൾ നഷ്ടപ്പെടുന്നു, ഭർത്താക്കന്മാർ നഷ്ടപ്പെടുന്നു,
ആളുകൾ മർദ്ദിക്കപ്പെടുന്നു, ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ആലോചിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഹിദായത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും അതിന്റെ പ്രകാശവും. അതാണ് അള്ളാഹു നൂർ. ഇത് അള്ളാഹു നൂർ സമാവാതി വൽ അർദ്, അള്ളാഹു നൂറാണ്. അതുപോലെ ഈ ഖുർആനും ഈ ഹിദായത്തും അവനിൽ നിന്നുള്ളൊരു നൂറാണ്, ഒരു പ്രകാശമാണ്. അതങ്ങനെ പ്രകാശമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയണം. ഈ ഒരു പ്രകാശം ലഭിച്ചപ്പോഴാണ് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു വയുസിറുന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അല്ലാഹു പറഞ്ഞു, അൻസാറുകളെ പറ്റി അല്ലാഹു പറയാണ്, അവർക്കൊന്നുമില്ലാത്തവരായിരുന്നു, അവര് പാവങ്ങളായിരുന്നു, അവർ ദരിദ്രരായിരുന്നു, അവർ പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു. പക്ഷേ ഒന്നുമില്ലാത്തവരായി മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാഞ്ഞിട്ടും ഉള്ളതുകൊണ്ട് അവരവരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. വീടിന്റെ പകുതി അവർക്ക് കൊടുത്തു, ഉള്ള ചെറിയ തോട്ടത്തിന്റെ പകുതി അവർക്ക് കൊടുത്തു, കച്ചവടത്തിന്റെ പകുതി ഷെയർ അവർക്ക് കൊടുത്തു. ഇങ്ങനെ അവരെ സ്വീകരിക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ളവരാക്കി അവരെ മാറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഹിദായത്താണ്. ഈ ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകിയതിന്റെ സന്തോഷമാണ് തക്ബീറുകളിലൂടെ നമ്മളിങ്ങനെ മുഴക്കിക്കൊടുക്കും. ഈ ഒരു ഹൃദയവിശാലത നമുക്ക് ലഭിക്കണം. ഈ അർത്ഥത്തിൽ ആളുകളെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, ഒന്നുമില്ലാത്തവരായി കടന്നു വന്ന ഈ ആളുകളെ അവർ സ്നേഹിക്കുന്നു. അല്ലാഹു പറയാൻ നിഷ്കളങ്കമായി ഈ അൻസാറുകൾക്ക് മുഹാജിറുകളായ ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്നു. നമ്മുടെ വീട്ടിലേക്ക് 2 ദിവസത്തേക്ക് ഒരു അതിഥി വന്നാൽ പോലും അത് എത്രമാത്രം നമ്മുടെ സ്വകാര്യതയെ ബാധിക്കും നമുക്കറിയാം. ഇവിടെ എത്ര കാലത്തേക്കെന്ന് പോലും അറിയാത്തൊരു രൂപത്തിൽ ചില ആളുകൾ ഒന്നുമില്ലാത്തവരായി വരികയാണ്. അപ്പൊ അവരെ സ്വീകരിച്ചിരുത്താണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു, അവർ നൽകിയ കാര്യങ്ങളോർത്ത് ഇവർക്ക് മനസ്സിൽ ചെറിയൊരു വിഷമം പോലുമില്ല. അത്രമാത്രം നിഷ്കളങ്കതയോടുകൂടി അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് അവരെല്ലാം നൽകിയത് എന്നുള്ളതാണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു വയുസിറുന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ആവശ്യമുള്ളതോടൊപ്പം തന്നെ അതിനേക്കാൾ അവർ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നു. ഈ ഒരു ഉമ്മത്താണ് സത്യത്തിൽ നമ്മൾ വിഭാവന ചെയ്യേണ്ടത്. ഈ ഒരു ഉമ്മത്തായിട്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തക്ബീറുകൾ നമ്മളിങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രഖ്യാപനം കൂടിയാണ്. തക്ബീർ എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രാമുഖ്യം കൽപ്പിക്കുന്നത്, മുൻഗണന നൽകുന്നത്, പരിഗണിക്കുന്നത് അള്ളാഹുവിനാണ്. എന്റെ ആഗ്രഹങ്ങളെക്കാൾ, എന്റെ സ്വപ്നങ്ങളെക്കാൾ, എന്റെ ഇഷ്ടങ്ങളെക്കാൾ, എന്റെ താല്പര്യങ്ങളെക്കാൾ, എന്റെ കച്ചവട താല്പര്യങ്ങളെക്കാൾ, എന്റെ കുടുംബങ്ങളെക്കാൾ, എന്റെ സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ, എന്റെ ആരോഗ്യത്തെക്കാൾ, അതിനെല്ലാം അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ താല്പര്യത്തിന്, അള്ളാഹുവിന്റെ ദീനിന്റെ ലക്ഷ്യത്തിനായിരിക്കും ഞാൻ പ്രാധാന്യത കൊടുക്കുക എന്നൊരു പ്രഖ്യാപനമാണ് സത്യത്തിൽ അല്ലാഹു അക്ബർ. അതൊരു വാചക കസറത്തല്ല, അതൊരു പ്രഖ്യാപനമാണ്, അതൊരു ജീവിത ശൈലിയാണ്, അതൊരു ജീവിത രീതിയാണ്, അതൊരു ജീവിതമാണ്, അതൊരു ജീവിത സംഹിതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ദർശനമാണ്. അല്ലാഹു അക്ബർ എന്നതാണ് സത്യത്തിൽ നമ്മുടെ ദീൻ. അള്ളാഹുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, അള്ളാഹുവിന് മുന്നിൽ മാത്രമേ ഞാൻ വിധേയപ്പെടുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഞാൻ എന്റെ ജീവിതത്തെ പരിപൂർണമായി വകവെച്ചു കൊടുക്കുകയുള്ളൂ. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. കഴിഞ്ഞൊരു മാസക്കാലത്തെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോ ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുത്, എപ്പോ മുറിക്കണം, ഇതൊക്കെ തീരുമാനിച്ചത് ആരാണ്? ഇത്രയും അടിസ്ഥാനപരമായി ആവശ്യം പോലും തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. എന്റെ റബ്ബ് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യും. ഇന്നത്തെ ദിവസം നോമ്പ് എടുക്കരുത് എന്ന് റബ്ബ് പറഞ്ഞു, ഞാൻ നോമ്പ് എടുക്കുന്നില്ല. ഈ രൂപത്തിൽ അള്ളാഹുവിനാണ് എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുള്ള കൽപ്പന, അധികാരം. എന്ത് കൽപ്പിക്കണം, ഞാൻ അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടികാര്യത്തിലുള്ള അധികാരം അള്ളാഹുവിനുള്ളതുപോലെ തന്നെ ആ സൃഷ്ടികളുടെ കാര്യത്തിൽ കൽപ്പിക്കാനുള്ള അധികാരവും അള്ളാഹുവിനാണ് എന്ന അംഗീകാരമാണ് സത്യത്തിൽ തക്ബീർ. അലാ ലഹുൽ ഖൽഖു വൽ അംർ, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്റെ റബ്ബ് കൽപ്പിക്കും. അതിനനുസരിച്ച് എന്റെ ജീവിതത്തിൽ ഓർഡർ ഇടാനുള്ള പരമാധികാരമുള്ളത് അള്ളാഹുവാണ്. പരമാധികാരി എന്റെ റബ്ബാണ്. ആ റബ്ബിന് മുന്നിൽ മാത്രമേ ഞാൻ കീഴ്പ്പെടുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവഅ അലൽ അർശ്. അല്ലാഹു പറയാണ്, അവൻ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു, ആകാശങ്ങളെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ശേഷം അള്ളാഹു പറയാണ്, അള്ളാഹു കൽപ്പിക്കുകയാണ്, അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഈ രൂപത്തിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ആ റബ്ബിന് കീഴ്പ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ദൗത്യം. ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഒരു അണുമണി നിമിഷത്തിലേക്ക്, ഒരു നിമിഷത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാ താളവും തെറ്റും. ഈ പ്രപഞ്ചം പിന്നെ ഇവിടെ നിലനിൽക്കുകയില്ല. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്വസ്ഥമായ ജീവിതം, ഹയാത്തൻ ത്വയ്യിബ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സമാധാനപൂർണമായ ഒരു ജീവിതം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ആധുനിക ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ഛകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിലാണ് നമ്മളിപ്പോൾ വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു മാസം
മാസക്കാലത്തെ പരിശീലനത്തിലൂടെ അതിൽ നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. നമ്മളെ ഇച്ഛകളെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഈ ഇച്ഛകളെ നമ്മുടെ പ്രലോഭനങ്ങളും ആർത്ഥത്തിലുള്ള പ്രലോഭനങ്ങളിലും മറ്റുള്ള ആകർഷണീയങ്ങളിലും വഴിപ്പെടാതെ അവിടെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയികളായിട്ട് മാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പൂർണ്ണാർത്ഥത്തിൽ പടച്ചവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ തക്ബീർ ജീവിതത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലുബ്ധതയില്ലാതായിട്ട് മാറാണ്, നമ്മുടെ ജീവിതത്തിൽ ഭീരുത്വമില്ലാതായിട്ട് മാറാണ്. നമ്മൾ ആരെയും ഭയക്കാത്ത അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് യശസ്സോടുകൂടി പ്രതാപത്തോടുകൂടി തല ഉയർത്തി ജീവിക്കുന്ന ഹൃദയവിശാലതയുള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് കഴിയും, അതിശക്തരായിട്ട് മാറാൻ നമുക്ക് കഴിയും. അങ്ങനെയാണ് ഖുർആൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിശക്തരായിട്ടാണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ദുർബലരല്ല. ലാ തഹീനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. കാലാവസ്ഥ എത്ര മോശമായി കഴിഞ്ഞാലും നമ്മൾ ദുർബലരാകരുത്. എത്ര ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ദൗർബല്യം കാണിക്കരുത്, നമ്മൾ താഴേക്ക് പോകരുത്. വലാ തഹ്സനു, നമ്മൾ ദുഃഖിക്കരുത്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുള്ളിടത്തോളം കാലം, വിശ്വാസമുള്ളിടത്തോളം കാലം നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ഈമാനിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. എത്രത്തോളം നമ്മൾ പ്രതിസന്ധി, ഇസ്ലാമിക ലോകം ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ഖിബിലയായിരുന്ന മസ്ജിദുൽ അഖ്സ, 3 പ്രധാനപ്പെട്ട പള്ളികളിൽ ഒരു പള്ളിയിൽ ഇന്ന് ഈദ് നമസ്കാരം നടക്കുന്നില്ല. അവിടെ കഴിഞ്ഞ ആഴ്ച ജുമുഅ നടന്നിട്ടില്ല. അപ്പൊ അത്രയും കുഫാറുകൾ, നിഷേധികളായ ആളുകൾ, സയനിസ്റ്റ് ഭീകരർ അതിന് ഏറ്റവും അവസാനത്തിലേക്ക് എത്താണ്. അത് അവരുടെ നാശത്തിന്റെ തുടക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ക്രൂരതയുടെ ഏറ്റവും അവസാനത്തിലേക്ക് അവരെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. തീർച്ചയായും ഇതൊക്കെയും അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങളാണ്. നമ്മളൊരിക്കലും അതിൽ നിരാശപ്പെടരുത്, മറിച്ച് അതിൽ ഏത് ഭാഗത്താണ് നമ്മൾ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് നമുക്ക് വേണ്ടത്. മുനാഫിഖീങ്ങളുടെ ഭാഗത്താണോ, അതല്ല കപടവിശ്വാസികളുടെ ഭാഗത്താണോ, അതല്ല വിശ്വാസികളുടെ കൂടെയാണോ നമ്മൾ നിലനിൽക്കുന്നത്, നമ്മുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്നൊരു പുനരാലോചന കൂടി ഇവിടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാ ഫലാ തഖാഫൂഹും വഖാഫൂനി. പിശാചുക്കൾ അവരുടെ വലിയകളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടുക. കാര്യങ്ങൾ എത്ര മോശമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ആളുകളെല്ലാം തങ്ങൾക്കെതിരിൽ ഒരുമിച്ചുകൂടി ഭയപ്പെടുക എന്ന് കൽപ്പിച്ചപ്പോ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ കൂടി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈമാൻ വർദ്ധിക്കുന്ന, പ്രതിസന്ധികൾ ഏറുന്നതനുസരിച്ച് ഈമാനിന്റെ മൂർച്ച കൂടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാപട്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാർക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹു നമ്മുടെ റമദാനിനെയും ഇബാദത്തുകളെയും അവൻ സ്വീകാര്യമായ സൽക്കർമ്മമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ആരാധനയെ അവൻ തൃപ്തിപ്പെടുന്ന ഒരു സൽക്കർമ്മമായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ പാവങ്ങളായ അടിമകളാണ് ഞങ്ങൾ, നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ അല്ലാ. ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും കുറവുകളും നീ ഞങ്ങൾക്ക് നികത്തി തരണമേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പിഴവുകൾ ഇനി ജീവിതത്തിൽ ആവർത്തിക്കാതെ സത്യസന്ധരായ തൗബ ചെയ്യുന്ന താഇബീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വർഗപ്രവേശനം നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകണേ അല്ലാ. ആ സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, തഖ്വ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്ത് ഇന്ന് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് യശസ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹൃദയവിശാലത പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ സൗഹാർദ്ദം പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സാഹോദര്യ ബന്ധത്തെ നീ ഞങ്ങൾക്കിടയിൽ ഊട്ടിയുറപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഉമ്മത്ത് ഏത് രൂപത്തിൽ ജീവിക്കണമെന്നാണോ നീ താല്പര്യപ്പെടുന്നത്, നീ കൽപ്പിച്ചിട്ടുള്ളത്, ആ രൂപത്തിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وأذل الظلم والظالمين وأذل الفسق والفاسقين. اللهم أهلك أعداءك وأعداء الدين. اللهم أهلك أعداءك وأعداء الدين. اللهم أذق الصهاينة شر عذاب. اللهم حرر المسجد الأقصى من دنس اليهود. اللهم حرر المسجد الأقصى من دنس اليهود. اللهم أهلك أعداءنا وأعداءك وأعداء الدين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.